എന്തുകൊണ്ടാണ് സ്കൈ നീല നിറത്തിൽ കാണപ്പെടുന്നത്? നമുക്കതിന് പിന്നിലെ റീസൺ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം സൺലൈറ്റിൻ്റെ കളർ വൈറ്റ് ആണ്. അത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടല്ലേ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിൽ വയലറ്റ് കളറിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് കൂടിയ നിറം റെഡാണ്. വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും. വേവ് ലെങ്ത് കുറഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ധാരാളം ഗ്യാസസ് ഉണ്ട്, ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ സ്കൈക്ക് ബ്ലൂ കളർ ആവാനുള്ള കാരണം സ്കാറ്ററിംഗ് ആണ്. ഈ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നത് വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സായിട്ടുള്ള ബ്ലൂവിനെയും വയലറ്റിനെയും ആയിരിക്കും. റെഡിനെയും പിന്നെ ഓറഞ്ചിനേക്കാളും, റെഡും ഓറഞ്ചും ഒക്കെ വേവ് ലെങ്ത് കൂടിയ നിറങ്ങളാണ്. സോ അതിനേക്കാളും കൂടുതൽ എന്താണ് വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സായിട്ടുള്ള വയലറ്റിനെയും ബ്ലൂവിനെയും ആയിരിക്കും സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ക്ലിയർ സ്കൈയിൽ നോക്കുമ്പോൾ സൂര്യപ്രകാശത്തു നിന്നും അങ്ങനെ സ്കാറ്റർ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് നമ്മളെ കണ്ണിൽ വന്ന് പതിക്കും. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും നമ്മൾ സ്കൈനെ നോക്കുമ്പോൾ എന്താണ് ബ്ലൂ കളറിൽ കാണാനായിട്ട് സാധിക്കും. ഈവൻ ദോ വയലറ്റ് കളറാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നതെങ്കിലും നമ്മുടെ കണ്ണിൽ നീല കളറിൽ എന്താണ് കുറച്ച് സെൻസിറ്റീവ് കൂടുതലാണ്. ആയതിനാൽ കൂടുതലും എന്തായിരിക്കും ബ്ലൂ കളറിലായിരിക്കും നമ്മളെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സ്കൈക്ക് ബ്ലൂ കളർ ആവാനുള്ള കാരണം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതിയാവും. വേവ് ലെങ്ത് കുറഞ്ഞ കളറ് വേവ് ലെങ്ത് കൂടിയ കളറിനേക്കാൾ കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യും. അതായത് ബ്ലൂ കളറ് റെഡ് നിറത്തിനേക്കാൾ കൂടുതൽ സ്കാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് സ്കൈക്ക് ബ്ലൂ കളർ ആവാനുള്ള കാരണം. അപ്പോൾ ഇതിന് പിന്നിലെ റീസൺ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.